2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണിയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഇടതുമുന്നണിയിൽ ഘടകകക്ഷികൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഭിന്നിപ്പിന് സാധ്യത ഒരുങ്ങുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇടതുമുന്നണിയിലെ കേരള കോൺഗ്രസ് എം ഒരു മുന്നണി മാറ്റത്തിലേക്ക് ഒരുങ്ങുന്നു എന്ന സൂചനകൾ പുറത്തുവന്നത്. മാത്രമല്ല, അത്തരത്തിൽ കേരള കോൺഗ്രസ് എം ഒരു മുന്നണി മാറ്റത്തിലേക്ക് ഒരുങ്ങുമ്പോൾ അവിടെ ഒരു ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ NCPയുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് വഴിവെക്കുന്നത്. NCPയിലെ മന്ത്രിമാറ്റവും സംബന്ധിച്ച ചർച്ചകൾ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തുടങ്ങിയതാണ്. എന്നാൽ ആ ചർച്ചകളെല്ലാം തന്നെ അവസാനിക്കുന്നത് എപ്പോഴും AK ശശീന്ദ്രന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്നു എന്ന സാഹചര്യത്തിലാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ NCPയുടെ ആവശ്യങ്ങൾ ഇടതുമുന്നണി അംഗീകരിക്കാത്ത തലത്തിലേക്കാണ് എന്നും വാർത്തകൾ അവസാനിക്കുന്നത്. അതിനുശേഷം ചില വാർത്തകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. NCP പിളരുകയാണ്, രണ്ട് പക്ഷമായി തിരിയുകയാണ് എന്ന്. എന്തു തന്നെയാണെങ്കിലും ആദ്യം വാർത്തകൾ പരിശോധിക്കാം. വാർത്തകൾ പരിശോധിക്കുമ്പോൾ NCP പിളർപ്പിലേക്കെന്ന സൂചനയ്ക്കിടെയാണ് തൃശ്ശൂരിൽ AK ശശീന്ദ്രൻ വിളിച്ച സമാന്തര യോഗം മാറ്റിവെച്ചത്. യോഗം ചേർന്നാൽ ശശീന്ദ്രനെതിരെ PC ചാക്കോ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നുകൊണ്ടാണ് പെട്ടെന്നുള്ള പിൻവാങ്ങലുണ്ടാകുന്നത്. ഭാവി നീക്കങ്ങൾക്കായി രഹസ്യ യോഗങ്ങൾ ചേരാനാണ് ശശീന്ദ്രൻ ക്യാമ്പിന്റെ ആലോചനയുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ മുഖ്യമന്ത്രിക്ക് തന്നോട് എതിർപ്പില്ല എന്ന് തോമസ് കെ തോമസ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സകല പണികളും എടുക്കുന്നുമുണ്ട് PC ചാക്കോയും തോമസ് കെ തോമസും ചേർന്നുകൊണ്ട്. മുഖ്യമന്ത്രിയുടെയും CPMന്റെയും പിന്തുണ ശശീന്ദ്രന് ഉള്ളതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ PC ചാക്കോ വിഭാഗം അടങ്ങിയിരിക്കില്ല എന്ന് AK ശശീന്ദ്രനും നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ യോഗം തൃശ്ശൂരിൽ വിളിച്ചു ചേർക്കാനായി അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. മാത്രമല്ല, നേതാക്കളുമായി ഓൺലൈൻ മീറ്റിംഗും ശശീന്ദ്രൻ നടത്തുകയും ചെയ്തിരുന്നതാണ്. ഓരോ ജില്ലയിൽ നിന്ന് 2 പ്രധാന നേതാക്കൾ വീതം യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. എന്നാൽ ഇതിന്റെയെല്ലാം വാർത്തകൾ പുറത്തു വന്നതോടെ മുതിർന്ന നേതാക്കൾ ഇടപെടുകയും സമാന്തര യോഗം ചേർന്നാൽ ശശീന്ദ്രനെതിരെ PC ചാക്കോ നടപടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെയാണ് ആ യോഗം മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് AK ശശീന്ദ്രൻ എത്തുന്നത്. രഹസ്യമായാണെങ്കിലും പിന്നീട് യോഗം ചേരുമെന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്നാൽ തനിക്ക് സമയദോഷമുള്ളത് കൊണ്ടാണ് മന്ത്രിസ്ഥാനം വൈകുന്നതെന്നതാണ് തോമസ് കെ തോമസിന്റെ വാദം. മാത്രമല്ല, മന്ത്രിമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നണിക്ക് വീണ്ടും കത്ത് നൽകാനും NCPയിൽ നീക്കം നടക്കുന്നുണ്ട്. NCPയിലെ മന്ത്രിസ്ഥാന തർക്കം പാർട്ടിക്ക് കീറാമുട്ടിയായി മാറിയിരിക്കുകയുമാണ്. മന്ത്രിസ്ഥാനം കിട്ടിയേ തീരുവെന്ന് തോമസ് കെ തോമസ് MLA കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ തോമസിന് വേണ്ടിയുള്ള NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ വാദമുഖങ്ങൾ അംഗീകരിക്കേണ്ടെന്ന തീരുമാനത്തിൽ തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ നിലകൊള്ളുന്നത്. മന്ത്രിയും പാർട്ടി പ്രസിഡന്റും തമ്മിലുള്ള ഈ തർക്കം പിളർപ്പിലേക്ക് നയിക്കേണ്ടതുണ്ട് എന്ന ശങ്ക പാർട്ടിയെ പൊതിയുന്നുണ്ട്. ഇതോടെയാണ് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ ഇടപെടുത്താൻ ശ്രമവും സംസ്ഥാന നേതൃത്വം തുടങ്ങിയത്. കൂടുമാറ്റ കോഴക്കേസിൽ വിവാദത്തിലായ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയന് യോജിപ്പില്ല എന്നതാണ് മറ്റൊരു വാദം. എന്നാൽ അതേസമയം തന്നെ NCPയുടെ തീരുമാനം ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാണ് താനും. പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ NCPക്ക് ഇടതുമുന്നണിയിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാതെ പാർട്ടി നിലപാട് വ്യക്തമാക്കുന്ന സമീപനമാണ് തോമസും ചാക്കോയും സ്വീകരിക്കുന്നത്. എന്നാൽ തനിക്ക് പകരം തോമസിനെ മന്ത്രിയാക്കാനുള്ള ചാക്കോയുടെ വാശി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് AK ശശീന്ദ്രൻ വാദിക്കുന്നു. ചാക്കോ സ്വരം കടുപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ ശക്തി സമാഹരണം നടത്താൻ മന്ത്രിയും നീക്കം തുടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് ശശീന്ദ്രനൊപ്പമുള്ള ആളുകൾ പോകാതിരിക്കാൻ സംഘടനയിൽ കോട്ട കെട്ടാനാണ് ചാക്കോ ശ്രമിക്കുന്നത്. NCP കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്താൻ ചാക്കോ നടത്തുന്ന ശ്രമം ഇതുവരെ വിജയം കണ്ടിട്ടുമില്ല. എങ്കിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ചാക്കോയും തോമസ് കെ തോമസും മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിലും അത് നടന്നിട്ടുമില്ല. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ശശീന്ദ്രനും തോമസും തമ്മിലുള്ള തർക്കത്തിൽ ആദ്യം മധ്യസ്ഥത വഹിച്ച പവാർ ഇപ്പോൾ ശശീന്ദ്രനും ചാക്കോയും തമ്മിലുള്ള ഭിന്നത തീർക്കേണ്ട സ്ഥിതിയിലും എത്തിയിരിക്കുകയാണ്. അതായത് NCPയെ സംബന്ധിച്ച് കനത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. AK ശശീന്ദ്രനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ഒരു വിഭാഗമായി ചേരിതിരിഞ്ഞ് പണ്ടേ നിൽപ്പുണ്ട്. മാത്രമല്ല, തോമസ് കെ തോമസും PC ചാക്കോയും ചേരിതിരിഞ്ഞുകൊണ്ട് ആദ്യമേ സഖ്യം കൂടിയിട്ടുണ്ട്. അന്നു മുതലേ തന്നെ ഇരുവരും 2 ചേരിയിലേക്ക് പോകുന്നു. തോമസ് കെ തോമസ് ഒരുപക്ഷെ അജിത് പവാറുമായി കൂടിച്ചേർന്നുകൊണ്ട് BJPയിലേക്ക് പോകാനുള്ള നീക്കമുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് കോഴ ആരോപണങ്ങളെല്ലാം തന്നെ തലപൊക്കുന്നത്. അതിനുശേഷം ഒരു മുന്നണി മാറ്റ സാധ്യത താൻ കാണുന്നുവെന്ന് ശശീന്ദ്രൻ പക്ഷം ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്ന് തന്നെയാണെങ്കിലും NCP ഇപ്പോൾ പിളർപ്പിലേക്ക് എന്ന വാദത്തിന് കൂടുതൽ ശക്തി പകരുന്ന സാഹചര്യമാണ്. എന്നാൽ അതേസമയം തന്നെ ഇനി ഇടതുമുന്നണിയുടെ ആകെ കാര്യം എടുക്കുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇനി 8 വർഷം പിന്നിടുന്ന പിണറായി വിജയൻ സർക്കാരിന് 2026 കൂടി തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ അത് ചരിത്ര വിജയമായിരിക്കും. മാത്രമല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷം നടന്ന
എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM-നും ഇടതുമുന്നണിക്കും കനത്ത പരാജയമായിരുന്നു നേരിടേണ്ടി വന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2021 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും UDF-ന് മാത്രമാണ് മുന്നേറ്റമുണ്ടായത്. CPM അടിത്തറപ്പാക്കുകയും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഫലത്തിൽ കാണുമ്പോൾ CPM വളരെ പിന്നിലായി കാണപ്പെടുകയാണ്. 2019 ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിനിടക്കാലങ്ങളിലെല്ലാം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഇവിടെയെല്ലാം തന്നെ UDF-ന് വമ്പൻ വിജയം മാത്രമാണ്. ഇടതുപക്ഷത്തിന് എടുത്തു പറയാവുന്ന ആകെ ഒരു വിജയം ചേലക്കരയിലെ വിജയം മാത്രമാണ്. പക്ഷേ അവിടെയും ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം എന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കുറവാണ് എന്ന് കാണാൻ സാധിക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ ജനവിധികളും എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ഇടതു പാളയത്തിൽ നിന്ന് NCP-യിൽ ഇത്തരത്തിലുള്ളൊരു ഭിന്നതയുണ്ടാകുന്നത്. AK ശശീന്ദ്രനെ എന്തു തന്നെയാണെങ്കിലും ഇടതുമുന്നണി വിട്ടുകളയാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു സൗമ്യ സ്വഭാവക്കാരനായ ഒരു വ്യക്തിയെ സ്വാഭാവികമായും ഇടതുമുന്നണി കൈവിടുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇടതുമുന്നണിയിൽ സുരക്ഷിതൻ തന്നെയാണ്. എന്നാൽ അതേസമയം തോമസ് കെ തോമസ് ആണെങ്കിലും PC ചാക്കോയാണെങ്കിലും അത്ര രസത്തിലല്ല എന്നുള്ളതും പ്രസക്തം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ഇടതുമുന്നണി അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭിന്നതയും പിളർപ്പും ഒരു മുന്നണി മാറ്റവുമെല്ലാം തന്നെ. ജോസ് കെ മാണി ഒരുപക്ഷെ പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട്, അതായത് മുന്നണി വിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ജോസ് കെ മാണി ഒരുപക്ഷെ UDF-നോട് ചേരാനുള്ള സാധ്യതയുണ്ട്. UDF-നെ സംബന്ധിച്ച് ജോസ് കെ മാണിയുമായുള്ള സഖ്യം അത് വലിയ നേട്ടം തന്നെയായിരിക്കും എന്നുള്ള ധാരണയുള്ളത് കൊണ്ട് തന്നെ ജോസ് കെ മാണി ഒരുപക്ഷെ UDF-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇടതുമുന്നണിയിൽ മന്ത്രിക്കുപ്പായമിട്ടിരിക്കുന്ന മാണിപക്ഷത്തിലെ തന്നെ റോഷി അഗസ്റ്റിൻ, അദ്ദേഹം ഒരുപക്ഷെ ഈ മുന്നണി മാറ്റത്തിനോടൊപ്പം തന്നെ ചേരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തോടൊപ്പം കൂടുകയും, എന്നാൽ അതേസമയം തന്നെ ജോസ് കെ മാണിയെ അനുകൂലിക്കുന്നവരും മറ്റു ചിലരും ചേർന്നുകൊണ്ട് ഒരു മുന്നണി മാറ്റത്തിലേക്ക്, ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ് മാറുമെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം M5 ന്യൂസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയെ അലട്ടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ സ്വാധീനിക്കുക 2025 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അനുസരിച്ചായിരിക്കും. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമായിരിക്കും ഭരണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇത്തരത്തിലുള്ള എല്ലാ പിളർപ്പും നീക്കങ്ങളും മുന്നണി മാറ്റവും എല്ലാം തന്നെ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ആർക്കൊപ്പമാണ് ഭരണം എന്നത് അറിയണമെങ്കിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അറിയേണ്ടതുണ്ട്. ട്രെൻഡ് UDF-നൊപ്പമാണെങ്കിൽ മുന്നണി മാറ്റം തീർച്ചയാണ്. അതേസമയം തന്നെ UDF-നൊപ്പമല്ല, ഇത്തവണയും മൂന്നാം തവണയും ഇടതുപക്ഷത്തിനൊപ്പമാണ് എങ്കിൽ സ്വാഭാവികമായും ഇവരെല്ലാം തന്നെ ഇടതുമുന്നണിയോടൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്.